ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു റമദാൻ നോമ്പ് തുറയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഉച്ചയായപ്പോൾ തന്നെ നമ്മൾ ബീഫ് വെക്കാനുള്ളതെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കാനായിട്ട്. ഇടയത്താഴത്തിന് നമുക്ക് ചോറിൻ്റെ കൂടെ പൊരിക്കാൻ വേണ്ടിയിട്ട്. പാകിസ്ഥാനി ബീഫാണ് കേട്ടോ മേടിച്ചേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ബീഫ് വയ്ക്കാൻ നോക്കുമ്പോൾ ഗരം മസാല കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നേരത്തെ ഒന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഗരം മസാല ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ അത്. ഗരം മസാല ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ ബീഫ് കറി വയ്ക്കാനായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് തണുത്തപ്പോൾ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാല കുറച്ച് മസാല ഉണ്ടാവുള്ളൂ. നോർമലി ഞാൻ ഇതിൻ്റെ ഒരു ഇരട്ടി ഉണ്ടാക്കി വെക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നോക്കുമ്പോഴത്തേനും ജാതിക്കയുടെ ആ ഒരു ജാതിക്ക ഇല്ലായിരുന്നു, കുറവായിരുന്നു, ഒറ്റൊരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് അത് വെച്ചിട്ടുള്ള മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണമായിരുന്നു ബീഫിന്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പൊടിക്കാണ് പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൽ ഉപ്പ് ഒഴിച്ച് അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി പൊടി നോക്കുമ്പോഴത്തേനും കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ പാക്കറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഓപ്പൺ ആക്കി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അരിപ്പൊടി ഉണ്ടെങ്കിൽ പത്തിരി ഉണ്ടാക്കാൻ നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റിൽ നമുക്ക് നോമ്പിൽ പത്തിരി കഴിക്കാം.
പത്തിരിക്ക് നമ്മൾക്ക് പാലുണ്ട്, പാലിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും ചാറ് മതി കേട്ടോ. അപ്പോൾ ഇനിയും വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കി നന്നായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്നാക്സ് ഒന്നും റമദാനിൽ ഉണ്ടാക്കിയില്ല ഇതുവരെ. പക്ഷേ മോള് പറഞ്ഞ് എന്തായാലും ഉണ്ടാക്കണം സ്നാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്താണെങ്കിലും ഒരു എഗ് ബോക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യത്തെ നോമ്പിനൊക്കെ 1-2 ദിവസം പുറത്തുനിന്ന് സ്നാക്സ് മേടിച്ചായിരുന്നു. ഉണ്ടാക്കാനൊന്നും നിന്നില്ല. ഈ റമദാനിൽ സ്നാക്സ് ഉണ്ടാക്കണ്ട എന്നാണ് വിചാരിച്ചത്. പിന്നെ മോള് നിർബന്ധിച്ചുകൊണ്ട് എന്തായാലും ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീഡിയോ എടുക്കുമല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇനി നമുക്ക് പാല് താളിക്കാനുണ്ട്. വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ കേട്ടോ, ഒരു 3/4 മണിക്കൂറുടെ ഉള്ളൂ. അപ്പോൾ ചടപിടേന്നാണ് കേട്ടോ പിന്നെ എല്ലാം ഷൂട്ട് ചെയ്തത്. അതുപോലെ ഫോണിൻ്റെ ചാർജും അപ്പോൾ തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്നാക്സ് ഫ്രൈ ചെയ്തതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഒരു മസാല നമ്മൾ ഒരു സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേഗം എഗ് ബോക്സിനുള്ള മൈദ കൊണ്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ, സമയമായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ടേബിളിലേക്കെല്ലാം എടുത്തു വെച്ചു. ചായ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് മതി ചായ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചായ ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പം ഒരു സ്നാക്കും ഫ്രൂട്ട്സ്, വെള്ളം, ഡേറ്റ്സൊക്കെ കഴിച്ചിട്ട് പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ പിന്നെ പത്തിരിയൊക്കെ കഴിക്കുന്നത്. അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ബീഫും പത്തിരിയായിരുന്നു അന്നത്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.